ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോവുകയാണ്. ലിക്റ്റൻസ്റ്റൈൻ അതായത് ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ഇടയ്ക്ക് സാൻഡ്വിച്ച് ആയിട്ട് കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്നല്ലേ, ഞാനിപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ബുക്സ് എന്ന് പറഞ്ഞ ഒരു നഗരത്തിലാണുള്ളത്. ബുക്സ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഇന്നലെ രാത്രിയിൽ സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ സ്നോ ഒക്കെ വീണ് കിടക്കുകയാണ്. അപ്പോൾ -5 -6 എന്തോ ആണ്, ഫീൽസ് ലൈക്ക് -10 എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ -10 ഡിഗ്രി സെൽഷ്യസിൽ സൈക്കിൾ എടുത്ത് ചവിട്ടിയാണ് ഞാൻ ലിക്റ്റൻസ്റ്റൈൻ എന്ന അടുത്ത രാജ്യത്തേക്ക് പോകുന്നത്. പല ബോർഡർ ക്രോസിംഗ് പല വണ്ടികളിലും, ഷിപ്പിലും ട്രെയിനിലും കാറിലും ബസ്സിലും ഒക്കെ നമ്മൾ പോയി. അപ്പോൾ പുതിയൊരു രാജ്യത്തേക്ക് സൈക്കിളിൽ ബോർഡർ ക്രോസ് ചെയ്താണ് ഞാൻ പോകുന്നത്. ബോർഡർ ക്രോസിംഗും പരിപാടികളൊക്കെ ഒന്നുമില്ല. ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലെങ്കിലും ഷെങ്കൻ ഏരിയയിലുള്ളതാണ്. ഒരു കുഞ്ഞു രാജ്യമാണ്, ഇമിഗ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞു രാജ്യം വേണമെങ്കിൽ സൈക്കിൾ ചവിട്ടി കണ്ടു തീർക്കാവുന്ന അത്രയും ചെറിയൊരു രാജ്യം. അവിടേക്കാണ് KLTUK യാത്രയിൽ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വാഗതം. വലിയ തിരക്കും ബഹളവും ഇല്ലാത്ത ഒരു സ്ഥലം, സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒന്നൊന്നര ബ്യൂട്ടിയാണ്. ബുക്സ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ബുക്സ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ള ബസ് സ്റ്റാൻഡ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് നമുക്ക് ലീ ബൈക്ക് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് ലിക്റ്റൻസ്റ്റൈൻ കമ്പനിയുടെയാണത്, ലിക്റ്റൻസ്റ്റൈൻ ബൈക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബൈക്ക് പാർക്കിംഗ് ഏരിയ കാണും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർട്ടിങ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2 സ്വിസ് ഫ്രാങ്ക് ആണ് ഇതിൻ്റെ റേറ്റ്. എത്ര? അരമണിക്കൂർ സമയത്തേക്ക് ഏകദേശം 200 രൂപ വരും. എന്നാൽ ലാഭമാണ്. ഒരു ടാക്സി കയറി പോകണമെങ്കിൽ എത്ര രൂപ? ഒരു ബസ്സിൽ കയറി പോകണമെങ്കിൽ മിനിമം ചാർജ് 3-4 ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇതൊരു 1-2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അവിടെ. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ ഒരു കരിയറൊക്കെ ഉണ്ട്. സോ ഇതിപ്പോൾ സൈക്കിൾ അൺലോക്ക് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അൺലോക്ക് ആയോ? എവിടെ അൺലോക്കായി? യെസ്, അൺലോക്കായി. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോകാം. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതൊരു കൈൻഡ് ഓഫ് ബൈക്ക് പോലത്തെ സെറ്റപ്പാണ്. അതായത് നമുക്ക് വളരെ അനായാസം ഓടിക്കാവുന്ന ഒരു വണ്ടി. ഇതിൽ മറ്റേ തോന്നുന്നു ബാറ്ററി പോലത്തെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഓടിക്കാം. അതിൻ്റെ ടെക്നോളജി ഒന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ടെക്കിൽ വളരെ വീക്കാണ് ഗൈസ്. ട്രാവലും ഫുഡും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തണുത്ത് ഉണങ്ങി തൊപ്പിയും കൂടെ വെക്കേണ്ടി വരും. സോ ഐ എം ഗോയിങ്. ഹെൽമെറ്റ് ഒന്നുമില്ല. ഇത് കണ്ടോ, ഇവിടെ റോഡിൽ സൈക്കിൾ ട്രാക്കും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ ഓടിക്കുന്നതിന് വേണ്ടി ഈ ട്രാക്കിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാം. അങ്ങ് ദൂരം മഞ്ഞ് മലകൾ നമുക്ക് ഇങ്ങനെ കാണാം. ഫുള്ള് മൊത്തത്തിലിങ്ങനെ വെളുത്ത് കിടക്കുക. ഇത് ഭയങ്കര സുഖമാട്ടോ. നമ്മൾ കയറ്റം കയറുമ്പോഴത്തേക്കും ഇവൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര സുഖമുള്ളൂ. നമുക്ക് ആ ഒരു എഫേർട്ട് കുറച്ചിട്ടാൽ മതി കയറ്റം കയറുമ്പോൾ. റോഡിന് നടുവിലൂടെ സൈക്ലിസ്റ്റുകൾക്കുള്ള ട്രാക്ക് പോകുന്നതുണ്ടോ? കണ്ടോ എന്തുപാടേ ഇത്? ഈ കാണുന്ന ട്രാക്ക് സൈക്ലിസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ സൈക്കിളുകാർക്കൊക്കെ പരിഗണനയൊക്കെ കൊടുത്താണ് ഫുൾ കാറുകാരും എല്ലാവരും ഓടിക്കുന്നത്. ഏതോ ഒരു ഹൈവേയുടെ മേളിൽ കൂടെ ഞാനിപ്പോൾ സൈക്കിൾ ഓടിച്ച് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് പോകാൻ പോവാണ്. ഇത് കണ്ടോ? എൻ്റെ പൊന്നു, ഒരു രാജ്യാതിർത്തിയാണ് സുഹൃത്തുക്കളെ ഈ കാണുന്ന നദി എന്ന് പറയുന്നത്. റൈൻ നദിയാണിത്, റൈൻ നദി. ആ റൈൻ നദിയുടെ ഇപ്പുറത്തെ സ്വിറ്റ്സർലാൻഡ്, അപ്പുറത്തെ ലിക്റ്റൻസ്റ്റൈൻ. ഓക്കെ, ആ രാജ്യത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ ഉണ്ട് ഗൈസ്. ലിക്റ്റൻസ്റ്റൈൻ കണ്ടാ എഴുതിയിരിക്കുന്നത് കണ്ടോ? ലിക്റ്റൻസ്റ്റൈൻ, അതായത് പ്രിൻസിപ്പാലിറ്റി ഓഫ് ലിക്റ്റൻസ്റ്റൈൻ. അതാണ് സംഭവം. ഇത് നോക്ക്, ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നുണ്ടല്ലേ, ലിക്റ്റൻസ്റ്റൈൻ. ഇത് സ്വിറ്റ്സർലാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഷെസ്വേസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ലിക്റ്റൻസ്റ്റൈൻ. നദിയുടെ മധ്യഭാഗമാണ് ഇവരുടെ ബോർഡർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ KLTUK യാത്രയിലെ 33ാമത്തെ രാജ്യത്തേക്കാണ് ഞാനിപ്പോൾ പ്രവേശിക്കുന്നത്. ലിക്റ്റൻസ്റ്റൈനിലേക്ക് സൈക്കിൾ ഓടിച്ച്. അതൊരു ഭയങ്കര സംഭവമാണ്. ബുക്കൊക്കെ എഴുതുമ്പോൾ എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും ഈ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ 63ാമത്തെ രാജ്യം, KLTUKയിലെ 33ാമത്തെ രാജ്യം ലിക്റ്റൻസ്റ്റൈൻ. ഇപ്പുറത്തെ സ്വിറ്റ്സർലൻഡ്, ഇപ്പുറത്തെ ലിക്റ്റൻസ്റ്റൈൻ. അങ്ങനെ രണ്ടിടത്തും കൂടെ കാല് വെച്ചിട്ട് എന്ന് പറഞ്ഞ് കളിക്കാം. എനിവേ നൈസ്, ഐ ആം സോ ഹാപ്പി ഗൈസ്.
അങ്ങനെ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കയറി നമ്മൾ. സത്യം പറഞ്ഞാൽ വിജനമാണെന്ന് പറഞ്ഞാൽ അതിവിജനമാണ്. എന്ത് ചെയ്യാനാണ്, ഈ കാണുന്ന വഴികളൊക്കെ ശരിക്കും ഒന്നും പറഞ്ഞ കാര്യമില്ല. ഒന്നാമത് ഞാൻ രാവിലെയാണ് വന്നിരിക്കുന്നത്. രാവിലെയൊക്കെ ആളുകളൊക്കെ എണീറ്റ് വരണമെങ്കിൽ തന്നെ കുറേ ടൈം എടുക്കും. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയയൊക്കെ അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ആൽപ്സിൻ്റെ മടിത്തട്ടിൽ കിടക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ഭംഗിയായിരിക്കും. ഇവിടുത്തെ ഒരു കാർ ഷോറൂമാണ് ഈ കാണുന്നത്. ആ കാർ ഷോറൂമിൻ്റെ വണ്ടികളുടെ മേളിലെല്ലാം സ്നോ വീണ് കിടക്കുന്നുണ്ടല്ലേ. എന്ത് ചെയ്യാനോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടെ കിടക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റുമോ? വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, കാണുന്നത് ലിക്റ്റൻസ്റ്റൈനിലെ വീടുകളാണ്. വീടുകളുടെ മുറ്റത്തെല്ലാം സ്നോ വീണ് കിടക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ, പഴയ വീടുകളാട്ടോ എല്ലാം. ഈ പറഞ്ഞ പോലെ ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് ഗ്രാമങ്ങളിൽ പോകുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ലിക്റ്റൻസ്റ്റൈനും സെയിമാണ്. വുഡൻ ഒരു പഴയ വീട്. ലിക്സിലെ ബസ് ബുക്സിലേക്ക് പോകുന്നു. ലിക്റ്റൻസ്റ്റൈനിലെ വണ്ടി ബുക്സിലേക്ക് പോകുന്നു. ഇവിടുത്തെ വീടുകളെല്ലാം പഴയ വീടുകളാട്ടോ. ഇത് ഭയങ്കര ഭംഗിയുണ്ടല്ലേ. കുഞ്ഞ് രാജ്യമാണെന്നുണ്ടെങ്കിലും ഇവിടെ റെയിൽവേ ഉണ്ട്. റെയിൽവേ എന്ന് പറയുന്നത് ഓസ്ട്രിയയിലേക്ക് പോകുന്ന റെയിൽവേ ആണ്. അതായത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഓസ്ട്രിയയ്ക്ക് പോകുന്ന റെയിൽവേ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ വന്ന ബുക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഓസ്ട്രിയയിലേക്ക് ഇവിടെ നിന്ന് ട്രെയിനുകളുണ്ട്. അതായത് ഒരു ട്രെയിനിൽ കയറി വേറൊരു രാജ്യത്ത് കൂടി ഓസ്ട്രിയ. അതായത് 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 20 മിനിറ്റിൽ ആ ട്രെയിനിൽ 3 രാജ്യങ്ങൾ സന്ദർശിക്കാം. അതാണ് ആ ട്രെയിനിൻ്റെ പ്രത്യേകത. അതാലോചിച്ച് നോക്കിയേ, 20 മിനിറ്റിൽ 3 രാജ്യങ്ങൾ ആ ട്രെയിനിൽ നമുക്ക് സന്ദർശിക്കാം. ഞാൻ ഈ ബൈക്ക് കൊണ്ട് ഇവിടെ തിരിച്ചു വെച്ചു. കാരണം ഈ ലിക്റ്റൻസ്റ്റൈനെ കൊണ്ട് തിരിച്ചു വെച്ചു. കാരണം ഇതിൻ്റെ ചാർജ് എന്തോ തീർന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇത് എവിടെയാണ് പാർക്ക് ചെയ്തതെന്നുള്ള ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റാവും. നമുക്കിവിടെ നിന്ന് ഇനി വേറെ വണ്ടി എടുക്കാം. ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീഡിയോസ് ഒരു 4-5 ദിവസം ഡിലേ ആയിട്ടാണ് വരുന്നത്. കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിനിടയ്ക്ക് അപ്ലോഡിങ്ങും എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പോൾ എപ്പോഴും ഒരു 5-6 ദിവസം ഡിലേ ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മളെടുക്കുന്ന വീഡിയോസ് കാണുന്നത്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു സൺഡേ ആണ്. അതാണ് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ സംഭവം. ഞായറാഴ്ച ദിവസം അടച്ചിട്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് എൻ്റെ പറയും നിങ്ങൾ കണ്ടോ? ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞായറാഴ്ച ദിവസം ട്രെയിനില്ല. അതായത് ഞാൻ ഈ പറഞ്ഞ 20 മിനിറ്റ് കൊണ്ട് 3 രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്ന ട്രെയിന് ഈ ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അതാണ് സംഭവം. ഞായറാഴ്ച ദിവസം അടച്ചിടുന്ന റെയിൽവേ സ്റ്റേഷൻ. സ്വന്തമായിട്ട് പട്ടാളമില്ലാത്തൊരു രാജ്യം. ആരും ഇവിടെ വഴക്കിനും യുദ്ധത്തിനും ഒന്നും പോകാത്തൊരു രാജ്യം. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നോക്കും. ഞായറാഴ്ച ഒരു മനുഷ്യനില്ല, ഒരു ബസ് പോലും ഇല്ല. ആകെ ഉള്ളത് ഇതിലൂടെ പോകുന്ന പകല് അപ്പുറത്തും ഇപ്പുറത്തും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകളും ബാക്കിയുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ഏതോ ബസ്സുകളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പം വല്ലപ്പോഴും വല്ലതും വരുമായിരിക്കും. ആളും പേരും ഒന്നുമില്ലാത്ത ഒരു ബസ് സ്റ്റേഷൻ. ശരിക്കും ഞായറാഴ്ചകളെന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മൊത്തത്തിൽ ഇങ്ങനെയായിരിക്കും. ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ഷാൻ വഡൂസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാപിറ്റലാണ്. ഓക്കെ, ആ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഷാൻ വഡൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ റെയിൽവേ സ്റ്റേഷനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനകത്തേക്ക് കയറാൻ പോലും പറ്റുകയില്ല. ഇത് എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ. ഇപ്പോൾ ഇതിലൂടെ ഒരു ട്രെയിൻ പോയി, പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തില്ല. അത് മറ്റേ വിയന്നയിലേക്കും മറ്റുമൊക്കെ പോകുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. അതായത് ഓസ്ട്രിയയിലേക്ക് ഇവിടുന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോകുന്ന ട്രെയിനുകളാണെന്ന് തോന്നുന്നു. ഒരു സിംഗിൾ ലൈൻ ട്രാക്കാണ്. ഇതാണ് അവസ്ഥ. ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. ഒരു റെയിൽവേ സ്റ്റേഷൻ ഞായറാഴ്ച അടച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ. വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ? ഇല്ലല്ലോ. അതാണ് നമുക്കിതൊക്കെ യൂറോപ്പിലേ കാണാൻ പറ്റുള്ളൂ. അതായത് ഞായറാഴ്ചകളെന്ന് പറയുന്നത് ഇവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസമാണ്. ഞായറാഴ്ച ഇവർ വെറുതെ ഇരിക്കും. 2 വൈനൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിങ്ങനെ ചില്ലായിട്ട് വെറുതെ ഇരിക്കും. വേറെ പരിപാടിയൊന്നും ചെയ്യത്തില്ല. വേറെ അങ്ങും പോകത്തൊന്നുമില്ല. വേറെ ഒരു പരിപാടിയില്ല. അതായത് ഒരു പരിപാടിക്കും പോകത്തില്ല. കാട്ടകൾ പോലും മര്യാദയ്ക്ക് ഞായറാഴ്ച ഉറക്കത്തില്ല. ആകെ വല്ല റെസ്റ്റോറൻറ്റോ ബാറോ വല്ലതും തുറന്നാലായി. അതല്ലാതെ വേറെ ഒരു സ്കുന്തോ ഞായറാഴ്ചകളിൽ ഇവിടെ പല സ്ഥലത്തും ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഹർത്താലും ബന്ധമൊക്കെ നടക്കുന്ന പോലെ. എന്നാലും ആ രാജ്യത്തെ ബസ് സ്റ്റാൻഡിൻ്റെ സംഭവങ്ങൾ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ വണ്ടടിച്ചിരിക്കുകയായിരുന്നു. ഇത് പ്രിൻസിപ്പാലിറ്റി ഓഫ് ലിക്റ്റൻസ്റ്റൈൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോഴും രാജകുമാരനാണ്, പ്രിൻസാണ്. ഒരു കുന്തോ എവിടെയില്ല. ഈ മരം കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. ഇലയൊന്നും ഇല്ലാത്തൊരു മരം. ആരും തുറന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ മുമ്പിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരൊറ്റ മനുഷ്യൻ തുറന്നിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റ് പോലും തുറന്നിട്ടില്ല. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്, അതുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കയറ്റം കയറാനൊക്കെ എളുപ്പം കേട്ടോ സംഭവം. എത്ര സിമ്പിളായിട്ട് ഞാൻ കയറ്റം കയറുന്നതെന്ന് നോക്കി. ഇവിടെ ഞായറാഴ്ചയായിട്ട് പള്ളിയിൽ മാസൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ തിരക്കും ബഹളമൊന്നും കാണുന്നില്ല. നമുക്ക് പോയി നോക്കാം. ആ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു കിടിലം വ്യൂ ഉണ്ട് നോക്കി. ഇവിടെ നമ്മൾ ലിക്റ്റൻസ്റ്റൈനിൽ നിന്നിട്ട് നമുക്ക് സ്വിറ്റ്സർലാൻഡിലെ
ആൽപ്സ് പർവ്വത മലനിരകൾ നമുക്കിങ്ങനെ അതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചയായിട്ട് പള്ളി വരെ അവധിയാണോ? പള്ളിയിൽ പോലും ആരെയും കാണുന്നില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഫുൾ മാർക്കൊക്കെ ചെയ്ത് സ്കൂൾ സോണാന്ന് തോന്നുന്നു. എന്ത് രസമുള്ള പള്ളി, നല്ല വലിയ പള്ളി കേട്ടോ ഇത്. നോക്കാം, അവിടെ ബാക്കിൽ എല്ലായിടത്തും മഞ്ഞ് മലകൾ, ഒരു മനുഷ്യൻ പുറത്തില്ല. നിങ്ങൾ ഞായറാഴ്ച ഒന്നും ഇങ്ങോട്ടേക്ക് ആരും വരരുത് കേട്ടോ. വെറുതെ ഞായറാഴ്ച വന്നു കഴിഞ്ഞാലേ ലൈക്ക് വി കാൺ സീ എനിത്തിങ്. ഞാനങ്ങനെ ആ പള്ളിയുടെ മുമ്പിലേക്ക് എത്തി. ഇത് 1840 1858 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇത് ടെറർ പള്ളി, ഫുൾ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ടെറർ പള്ളി. ഇതൊരു കാത്തലിക് ചർച്ചാണ്, സെയിൻറ്റ് ലോറൻഷ്യൽസ് എന്ന് പറഞ്ഞുള്ള ഒരു കാത്തലിക് ചർച്ചാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ്. ഓപ്പൺ ആയിരിക്കണമല്ലോ, കാരണം ഞായറാഴ്ച എന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവണമല്ലോ. ഉണ്ട് കേട്ടോ, അകത്തെ മാസം കണക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് മാത്രമല്ല, അകത്ത് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. ഒരു പുറത്തുനിന്ന് കാണുന്നൊരു ഭംഗിയും അകത്തില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവം. ആ പള്ളിയുടെ സമീപമുള്ള വീടുകളൊക്കെ നോക്കി. ജസ്റ്റ് ഞായറാഴ്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അകത്ത്, അധികം ആൾക്കാരൊന്നുമില്ല. ഉള്ളവരൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരായിരുന്നു. യങ് ജനറേഷനൊന്നും ഇപ്പോൾ പള്ളിപ്പോക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോഴും പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമാണ്. പണ്ട് ഞങ്ങൾ കോഴിഞ്ചിയിലൊക്കെ താമസിക്കുന്ന സമയം എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഭംഗി കേട്ടോ അത് കാണാനായിട്ട് കേൾക്കാനായിട്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകും. ഈ അമ്പലത്തിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ അറിയാമോ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലം തൊഴുത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി നല്ല മസാലോസ കഴിക്കും. അതൊരു ഫീലായിരുന്നു. ആ ഒരു മസാലോസ കഴിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകാനായിട്ട് എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ കുറെ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പം അതൊക്കെ മിസ് ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അങ്ങനെയല്ല, പണ്ടാ KSRTC ബസ്സിൽ കയറി പോയിട്ട് മസാലോസ കഴിച്ചൊക്കെ മിസ് ചെയ്യുന്നു. ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ അവിടെയൊക്കെ പോകാറുണ്ട്. ഇപ്പൊ പിന്നെ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ആ പണ്ടത്തെ ഒരു ഫീൽ കിട്ടുന്നില്ല. സോ ഐ വാസ് റിമെമ്പറിംഗ് ദിസ്. അവര് പള്ളിയിലൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കിനും രസമല്ലേ. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇവിടുത്തെ സിറ്റി സെൻറ്റർ ഏരിയ ലക്ഷ്യമാക്കി പോവുകയാണ്. രാവിലെ ഈ സമയത്ത് ഒരു മനുഷ്യനും അവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം എന്തായാലും 11 മണിയായി കേട്ടോ. 11 മണിയായിട്ട് ഒരു മനുഷ്യനും പുറത്തിറങ്ങാത്ത രാജ്യം. എന്ത് ശാന്തം, സമാധാനം, സുന്ദരം അല്ലേ. കിളികളൊക്കെ അലയ്ക്കുന്നു. നിങ്ങൾക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. എന്ത് രസമാണ്, എന്ത് ഭംഗിയുള്ള രാജ്യമാണ്. ആ കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ നോക്കി. വാവ്, കണ്ടെയ്നർ പോലെ ഉണ്ടല്ലേ, ബ്യൂട്ടിഫുൾ. ഇതെന്താ സംഭവം അറിയാമോ? ടെസ്ലയുടെ ചാർജിങ് പോയിന്റുകളാണ് നോക്കി. അതായത് ആ സ്ഥലം ടെസ്ലയുടെ മാത്രം, അതായത് നമ്മൾ പെട്രോൾ പമ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ടെസ്ലയുടെ വണ്ടികൾ മാത്രം ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചാർജിങ് പോയിന്റുകളാണ് ആ കാണുന്നത്. അവിടെ ടെസ്ല വണ്ടികൾ മാത്രം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഒരു സുവനീറെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത്ര ശോകമാണ് എല്ലാവർക്കും. ഒരു മനുഷ്യനുമില്ല. ഞാൻ കഴിഞ്ഞ 2-3 കിലോമീറ്ററായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക സിറ്റി സെൻറ്ററിലേക്ക്. ഒറ്റ മനുഷ്യൻ റോഡിൽ പോയിട്ട് കട പോയിട്ട് ഒന്നുമില്ല. അങ്ങനെ ഞാൻ വഡൂസിലെത്തി. ഈ -5, -6 ടെമ്പറേച്ചറിൽ ഞാൻ വേർത്തു ഗൈസ്. അതായത് അത്യാവശ്യം ചെറിയൊരു ഗ്രേഡിയൻ്റ് ഉണ്ട്, കയറ്റമുണ്ട്. കാരണം ഇതൊക്കെ മറ്റേ ആൽപ്സിൻ്റെ താഴ്വാരത്തുള്ള സ്ഥലങ്ങളാണല്ലോ. ആ കയറ്റത്തിൽ സൈക്കിൾ ചവിട്ടി ഞാൻ വേർത്തു. ഇവിടെ സൈക്കിൾ ചവിട്ടാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്തായാലും ഈ ഫുട്പാത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടുകയാണ്. ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചില സ്ഥലത്തൊക്കെ സൈക്കിൾ മാർക്കിംഗ് ഉണ്ട്, ചില സ്ഥലത്തൊന്നുമില്ല. എനിക്കിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ലിക്റ്റൻസ്റ്റൈൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബിൽഡിംഗ് കാണാതെ, ഒരു യൂണിവേഴ്സിറ്റി ബിൽഡിംഗാണ് കാണുന്നത്. ഇവിടെ യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അതായത് ഇവിടെ ഭയങ്കര ചീപ്പാണ് പറയുന്നത് എഡ്യൂക്കേഷൻ കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസ്. ഇവിടെ ചീപ്പാണ്, അതുകൊണ്ട് ആളുകൾ ഒത്തിരി പഠിക്കാൻ വരുന്നുണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എല്ലാം ആ ഒരു സ്വിസ് സ്റ്റൈലിലുള്ള വീടുകളൊക്കെ തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിൽ ഇതേപോലുള്ള വീടുകളൊക്കെ തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ പുതിയ കുറേ കൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, വേർ ഈസ് ദ സിറ്റി സെൻറ്റർ? City center. Tourist. Tourist. City center. You know city center? What? City center. Yeah. Bueno, el centro. Yeah, central. There? There. Okay. You keep red. Okay. You will see a circle. Okay. Circle. Okay. That is the center. Okay. Okay, good. Okay. You're a tourist? Yes. From where? America. Okay. Okay? Bye. Thank you. കുന്ത അമേരിക്ക. വെറുതെ അമ്മർക്ക് ഭാഷ ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അമേരിക്കയിൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അത് അവനൊന്ന് ആലോചിച്ചിട്ടാണ് പറയുന്നത്. അമേരിക്കക്കാരാണെങ്കിൽ ഐ ആം ഫ്രം ദ അമേരിക്ക, ഐ ആം ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തോടുകൂടി തൻ്റെ അടുത്തോടുകൂടി നെഞ്ചു മരിച്ച് പറയും. ആർക്കറിയാം, എന്തെങ്കിലും ഉടായിപ്പായിരിക്കും, നമുക്കറിയേണ്ട ആവശ്യമുണ്ടോ?
അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സോറി ഗൈസ്, അങ്ങനെ ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, എന്ത് സിറ്റി സെൻറ്റർ പോയിട്ട് എന്നാ കാര്യം? ഒരു മനുഷ്യരില്ലല്ലോ അവിടെ. എന്തോന്നടേ ഇത്? സൈക്കിൾ എടുത്ത് വന്ന നന്നായി. ബസ് ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കൂടുമ്പോൾ ഒരു ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. എന്നാലും ഇത് എന്ത് മനോഹരമായിട്ടുള്ളൊരു രാജ്യമാണെന്ന് നോക്ക്. എന്നാലും നോക്കി അല്ലേ തന്നെ ഇവിടെ പൊതുവെ ക്രൗഡ് കുറവാണ്, ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് വരുന്നതൊക്കെ. ഇതെന്തോ സംഭവം? ഇതെന്തോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെയാണ്. ഇച്ചിരി വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ. അതിനിടയ്ക്ക് എന്തോ പാടങ്ങൾ, കൃഷിസ്ഥലങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഹാ കൊള്ളാം. ഇവരെ വേറൊരു കാര്യമുണ്ട്, ഈ ലിക്റ്റൻസ്റ്റൈനിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാമെന്നുള്ള റൈറ്റ്സ് വന്നത് റീസെൻ്റ്ലിയാണ്, അധികം വർഷമായിട്ടില്ല. മനസ്സിലായോ? അതായത് കുറച്ച് ആ കാര്യത്തിലൊക്കെ പുറകിലായിരുന്നു ഇവർ. രാജഭരണമൊക്കെ ആണല്ലോ, രാജഭരണമാണ് ബേസിക്കലി, അങ്ങനെ ആണല്ലോ, രാജാവൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ 2025 മുതൽ, അതായത് ഈ വർഷം മുതൽ ഇവിടെ LGBT സപ്പോർട്ട്, അതായത് സെയിം സെക്സ് മാരേജ് ഒക്കെ ഇവർ ലീഗലാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, പുതിയ കെട്ടിടങ്ങളൊക്കെ. നോക്കി, ഇത് LGT ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. പണ്ട് ഇവിടെ ബിസിനസ്സുകാരുടെ കേന്ദ്രമായിരുന്നു. അതായത് നമ്മൾ മൊണാക്കോ പോയപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, മൊണാക്കോ, അതേപോലെ തന്നെ ഒരു ടാക്സ് ഹെവനായിരുന്നു ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. കുറേ പരിപാടികൾ, ഹവാലി അടക്കം ഇഷ്ടംപോലെ പരിപാടികൾ നടത്തുന്ന ഒരു രാജ്യമാണ്. പിന്നീട് ഇവിടുത്തെ ആളുകൾ, എന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധികാരികൾ അവരത് എന്താ പറയുക റെഡിയാക്കി സെറ്റാക്കി പിന്നീട് ടാക്സിങ്ങും പരിപാടികളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് ഇവരുടെ പേരുദോഷങ്ങളൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടി. അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് കാണുന്നത് ഈ മലയുടെയൊക്കെ അപ്പുറത്ത് ഓസ്ട്രിയ. അപ്പോൾ ആരും ഇല്ലാത്ത വിജനമായിട്ടുള്ള രാജ്യം. അടി ഇവിടെ ഇനി ഹർത്താലോ ബന്ധോ വല്ലതും ആണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് ഈ രാജ്യം ഇങ്ങനെ കാണാനാണല്ലോ ദൈവമേ യോഗം. അയ്യോ, ഒന്നും പറയണ്ട. ഹോട്ടൽ അതിലർന്നും പറഞ്ഞുകൊണ്ടൊരു പഴയൊരു ഹോട്ടൽ ബിൽഡിംഗ് കാണാം. പിന്നെ ഇതൊക്കെ സുവനീർ ഷോപ്പുകളൊക്കെയാണ്. ഒരെണ്ണം പോലും തുറന്നിട്ടില്ലെന്നേ. എന്ത് കഷ്ടമാണെന്ന് നോക്കി. അങ്ങനെ ഞാനിവിടുത്തെ സിറ്റി സെൻറ്ററിലെത്തി സൈക്കിളും കൊണ്ട്. അതുകൊണ്ട് ഇവിടെ ബൈസൈക്കിൾസ് പെർമിറ്റഡ് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. വേറെ വണ്ടികളൊന്നും പെർമിറ്റഡ് അല്ല. എല്ലാം വിജനം, ഒന്നുമില്ല ഗൈസ്, ആരുമില്ല ഗൈസ്. എൻ്റെ പൊന്നു, എന്തോ വാടേ ഇത്. എനിക്കിതിങ്ങനെ കാണാനാണോ ദൈവയോഗം? തൊട്ട് ബാക്കിൽ മലയാണ്. ആ മലയുടെ മേളിൽ ഒരു കൊട്ടാരമാണോ പള്ളിയാണോ എന്താ സംഭവം നോക്കട്ടെ. ആ സിറ്റി സെൻറ്ററിൽ ആ മലയുടെ മേളിൽ കാണുന്നത് വഡൂസ് കാസിൽ എന്ന് പറയും. അതായത് ഇവിടുത്തെ ഒരു കൊട്ടാരമാണ് ആ മേളിൽ ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ കുറച്ച് ബോറാണ്, പക്ഷേ എന്നിരുന്നാലും അത് നോർമൽ ടൈമിൽ, വിൻ്റർ അല്ലാത്ത സമയത്ത് അത് അവിടെ ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. എന്നാലും ഇങ്ങനെ വിജനമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഞായറാഴ്ച ദിവസം വന്ന് ഞാൻ പെട്ടല്ലോ ദൈവമേ. ഏതോ ഒരു ടൂറിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഫ്രാൻസിൽ നിന്ന് വന്നവനാ. അവൻ കാറും കൊണ്ട് പോകുന്നുണ്ട് അങ്ങോട്ട്. എടാ, ഇവിടെ കാറ് കയറ്റാൻ പാടില്ലടാ. 160 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് ഈ ഒരു രാജ്യം. ഇത്ര ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. 160 കിലോമീറ്റർ സ്ക്വയർ. അതിൽ 75% വരുന്നതും മൗണ്ടൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 75% വരുന്ന ഇവരുടെ രാജ്യവും മൗണ്ടൻസ് ആണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇവർ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ലുകൾ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരുന്ന ഒരു രാജ്യം. അങ്ങനെ നമ്മുടെ അംബാനിയെ പോലെ സമ്പന്നനായ ഒരു വ്യക്തി ഇവിടെയുണ്ട്. കൃത്രിമ പല്ലുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ കച്ചവടം എന്ന് പറയുന്നത്. പിന്നെ ഇവർ പവർ ടൂൾസ്, പിന്നെ പ്രസിഷൻ എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ്, പിന്നെ വാക്വം ടെക്നോളജി, ഇലക്ട്രോണിക്സും ഫാർമസ്യൂട്ടിക്കൽസ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും മാനുഫാക്ചറിങ്ങും കണ്ടുപിടുത്തമൊക്കെ ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവർ. പല യൂട്യൂബേഴ്സും പറയുന്നുണ്ടായിരുന്നു ലുക്സംബർഗ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മറ്റൊരു ചെറിയ രാജ്യമുണ്ട്, അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതാണ് വേൾഡിലെ റിച്ചസ്റ്റ് കൺട്രി എന്ന്. പക്ഷേ ഒരിക്കലുമല്ല, അതിലും റിച്ചാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അതായത് വേൾഡിലെ ടോപ്പ് 10 റിച്ചസ്റ്റ് കൺട്രികളിൽ ഒന്നാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം. പിന്നെ ലുക്സംബർഗ് വരും, പിന്നെ മൊണാക്കോ വരും, പിന്നെ നമുക്ക് ബാക്കിയുള്ള സിംഗപ്പൂർ, അയർലൻഡ്, ഖത്തർ, മക്കാവ്, ഐൽ ഓഫ് മാൻ, ബർമുഡ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ പോവും. പിന്നെ എയർപോർട്ടുകളില്ലാത്തൊരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ. ഇവർക്ക് സ്വന്തമായിട്ട് ഇവിടെ എയർപോർട്ട് ഇല്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് സ്വന്തമായിട്ട് പട്ടാളമില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം എന്ന് പറയുന്നത് GDPയുടെ കാര്യത്തിൽ ആളോഹരി GDP ഏറ്റവും കൂടുതലുള്ള രാജ്യം ലിക്റ്റൻസ്റ്റൈൻ ആണ്. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പോലെ തന്നെ ഒരു ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓസ്ട്രിയയുടെയും അതേപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെയും നടുക്കായിട്ട് സാൻഡ്വിച്ച് പോലെ കിടക്കുന്ന ഒരു കുഞ്ഞു രാജ്യം. Is there any shop they will open which I can buy some souvenirs? Yes, come with me. I'm getting my husband. Okay, I'm coming. Sit there. Okay. Come on. Yeah, I'll come. Just the first step here. Look at Yeah, sure, I'll come. അത് കൊള്ളാം.
നമുക്ക് പോയിട്ട് വരാം. ഈ ഒരു രാജ്യത്ത് എന്നെപ്പോലെ വരുന്ന അപ്പാവികൾക്ക് വേണ്ടി ഞായറാഴ്ച ഒരു കട ഇവിടെ തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. രാവിലെ ആകെ ഈ സ്ട്രീറ്റ് ഈ രാജ്യത്ത് തുറന്നിരിക്കുന്ന ഏക കടയാണ്. ഈ രാജ്യത്ത് തന്നെ തുറന്നിരിക്കുന്ന ഈ സമയത്ത് തുറന്നിരിക്കുന്ന ഏക കടയാണ് സുഹൃത്തുക്കളെ ഇത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കട്ടെ. ഇവിടെ പാസ്പോർട്ട് സ്റ്റാമ്പ് അവൈലബിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ പാസ്പോർട്ടിൽ നമുക്ക് സ്റ്റാമ്പ് വാങ്ങിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വില കൂടുതൽ കൊടുത്ത് വാങ്ങിച്ച സുവനീർ എന്ന് പറയുന്നത് ഇതായിരിക്കും. 2 മാഗ്നറ്റ്, ഒരു മണി, 3000 രൂപ. എൻ്റെ പൊന്നു, 30 സ്വിസ് ഫ്രാങ്ക്. ഇവിടെ സ്വിസ് ഫ്രാങ്കാണ്. എമ്മാതിരി റേറ്റാടേ. ഷൂ ഇവിടെ മുടിഞ്ഞ കൊല്ലണമല്ല, പിന്നെ നിവൃത്തിയില്ല. കാരണം ഈ ഒരൊറ്റ കട ഓപ്പൺ ആയിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സുവനീർ വാങ്ങിച്ച് നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സിറ്റി സെൻറ്ററിൽ കൂടെ നമുക്കൊന്ന് നടക്കാം. ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള കുറച്ച് പ്രതിമകളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. പകുതി മുറിഞ്ഞല്ല രീതിയിലുള്ള കുറേ പ്രതിമകൾ. ഇവിടെ നമുക്ക് ഫ്ലാഗ്സ് ഒക്കെ കാണാം. ഇവിടുത്തെ ഫ്ലാഗുകൾ. സിറ്റി സെൻറ്റർ ഏരിയ ആണ്. വേൾഡ് ഓഫ് വാച്ചസ്, സ്വിസ് വാച്ചുകളൊക്കെ ഇഷ്ടംപോലെ പല സ്ഥലത്തും കിട്ടും. സ്വിസ് വാച്ചുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ വാച്ചുകളിൽ ഒന്നാണ്. ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വാച്ചസ്, ജുവലറീസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ. പിന്നെ ബാറ്, പിന്നെ ഓരോരോ കമ്പനികളുടെ ഷോറൂം. ഇവിടെ 1-2 കടകളൊക്കെ ഓപ്പൺ ആയിരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ എന്ന്. നമ്മൾ സൈക്കിൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ആപ്പ് വഴി തന്നെ ഇത് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ റെൻ്റലിൽ പോസ് ചെയ്യാം. അപ്പോൾ അതവിടെ ലോക്കായിരുന്നോളും. വേറെ ആരും എടുത്തുകൊണ്ട് പോകുന്ന പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെയും കുറച്ച് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ. കൊല്ലണ റേറ്റ് ആട്ടോ എല്ലാത്തിനും. അതാണ് പ്രശ്നം ആകെയുള്ളത്. അവിടുത്തെ സുവനീറുകളൊന്നും കൊള്ളത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചത് തന്നെ നല്ലത്. മതി, ഞാൻ വാങ്ങിച്ചത് വാങ്ങിച്ച് ഇനി വേണ്ട. ഞാൻ ഈ ഒരു രാജ്യത്ത് കൂടെ എത്ര സുവനീറുകളാണെന്നറിയാം വാങ്ങിച്ച് കൂട്ടുന്നത്. അത് ശരി, ഇവിടെ കാസിനോകളൊക്കെ ഉണ്ടല്ലേ. ഇത് കാസിൽ കസീനോ എന്നും പറഞ്ഞുകൊണ്ട്. വഡൂസ് എന്ന് പറയുന്നത് ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ആ ക്യാപിറ്റൽ സിറ്റിയിലെ സിറ്റി സെൻറ്റർ ഏരിയ ആണിത്. ശരിക്കും ആ വഡൂസ് കാസിൽ പോയി കാണേണ്ടൊരു കാസിലാണ്. ഞാനിപ്പോൾ ആക്ച്വലി അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഈ സൈക്ലിംഗ് കൊണ്ട് ചവിട്ടി അതിൻ്റെ മേളിലേക്ക് പോകാന്ന് പറയുന്നത് കുറച്ച് ടെറർ ടാസ്ക്കാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ 6ാമത്തെ രാജ്യമാണ് ലിക്സ്റ്റൻസ്റ്റൈൻ. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം 37,000 ജനങ്ങളാണ്. 37,000 ഓൺലി. പിന്നെ ലോകത്തെ ഏറ്റവും ക്രൈം റേറ്റ് കുറവുള്ളൊരു രാജ്യങ്ങളിലൊന്നാണ് ലിക്സ്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇവിടെ 1997 അവസാനമായിട്ടൊരു കൊലപാതകം നടന്നത്. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കൊടുക്കുന്ന ഏതെങ്കിലും കുറ്റം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ഓസ്ട്രിയൻ പ്രസണിലേക്ക് വിടും എന്നാണ് പറയുന്നത്. ഭയങ്കര സേഫായിട്ടുള്ളൊരു രാജ്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ കതകിൻ്റെ ഡോറ് പോലും ലോക്ക് ചെയ്യില്ല എന്നാണ് ആളുകൾ പറയുന്നത്. പിന്നെ നമ്മുടെ മേളിൽ കണ്ട കാസിലില്ലേ, രാജാവിൻ്റെ കാസിലാണ് ബേസിക്കലി അത്. വൺസ് ഇൻ എ ഇയർ, വർഷത്തിലൊരിക്കൽ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും രാജാവ് കാസിലേക്ക് പാർട്ടിക്ക് വേണ്ടി ക്ഷണിക്കുമെന്ന്. അങ്ങനെ ഒരു കസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം രാജാവ് അവിടുത്തെ ഗാർഡനിൽ ബിയർ കൊടുക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കൊള്ളാമല്ലേ. റെസിഡൻസ് ഓൺലി ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ വേണം വന്ന് ട്രൈ ചെയ്യായിരുന്നു. പിന്നെ ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് ജർമ്മൻ ഭാഷയാണ്. സ്വിറ്റ്സർലാൻഡിലെ ആളുകളും മെജോറിറ്റി ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു പ്യുവർ ജർമ്മൻ അല്ല, കുറച്ച് ഡയലേറ്റഡ് വേർഷനായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജർമ്മനാണ് ഇവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ആളുകൾ മറ്റേ ഫോൾസ് ടീത്ത് ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളാണെന്ന്. വേൾഡിലെ മാർക്കറ്റിൽ 20% വരുന്ന ഫോൾസ് ടീത്ത് ലിക്സ്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നിന്നാണ് വരുന്നത്. ഒരു കാലത്ത് ഈ രാജ്യം മൊത്തത്തിലായിട്ട് റെൻറ്റിന് കൊടുക്കാനുള്ള പ്ലാനൊക്കെ ഈ രാജാവ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. $70,000 എത്രയോ ഡോളറിന് ഈ രാജ്യം മൊത്തത്തിൽ നിങ്ങൾക്ക് കല്യാണം നടത്താനോ എന്തെങ്കിലും പ്രോഗ്രാം നടത്താനൊക്കെ ആയിട്ട് റെൻറ്റിന് എടുക്കാം എന്നൊക്കെ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഈ സിറ്റി സെൻറ്ററിലെ നടുവിലൂടെ ഞാനിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു മ്യൂസിയം കാണാം. അത് കൊള്ളാലോ. ഇത് ലിക്സ്റ്റൻസ്റ്റൈൻ മ്യൂസിയം എന്നും പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിയം ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. മ്യൂസിയം താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മ്യൂസിയത്തിലൊക്കെ കയറി പോകാം. പിന്നെ ഇവിടെയൊക്കെ കുറേ സുവനീർ ബൊട്ടീക്ക് ഷോപ്പുകളും പിന്നെ ഷോപ്പിംഗ് പാരഡൈസൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത് കാശുള്ള ആളുകൾക്ക്. എന്തായാലും സംഭവം പൊളിയാട്ടോ. അതായത് ശരിക്കും സ്വിറ്റ്സർലാൻഡ് വരുന്ന ആളുകൾ നിങ്ങൾ ഈ ഒരു രാജ്യം വന്ന് മിസ് ചെയ്യരുത്. സ്വിറ്റ്സർലാൻഡും ലിക്സ്റ്റൻസ്റ്റൈനും അതേപോലെ തന്നെ ഓസ്ട്രിയ, ഈ 3 രാജ്യങ്ങൾ കമ്പൈൻ ചെയ്ത് വേണം നിങ്ങൾ വരുന്ന ആളുകൾ ട്രിപ്പ് ചെയ്യാനായിട്ട്. ഭയങ്കര രസമുള്ള രാജ്യങ്ങളാണ്. സാധാരണ എല്ലാവരും ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡൊക്കെയാണ് പോകുന്നത്. ഇവിടെ ഒരു ലിക്സ്റ്റൻസ്റ്റൈൻ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. ഇവിടെ സൂനിയർ കാര്യങ്ങളൊക്കെ കിട്ടും. ഈ രാജ്യത്തിൻ്റെ മറ്റൊരു വരുമാനമാണ് ഇവിടുത്തെ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ വിൽപ്പന. നല്ല കാശായതിനൊക്കെ. അവിടെ ഒരു ടൂറിസ്റ്റ് ഓഫീസുണ്ട്.
ടൂറിസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഞാൻ എൻ്റെ പഴയ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വാങ്ങിച്ചു. പുതിയ പാസ്പോർട്ട് വാങ്ങിച്ചില്ല, കാരണം അത് ടൂറിസം ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാമ്പുണ്ട്, ഇമിഗ്രേഷൻ സ്റ്റാമ്പാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത പാസ്പോർട്ടിൽ വാങ്ങിച്ചു. കുഴപ്പമൊന്നുമില്ല, ക്യാൻസൽ ചെയ്ത പാസ്പോർട്ടിൽ വാങ്ങിച്ചത് പറഞ്ഞിട്ട് €3 3.5 കൊടുക്കണം, അതായത് €350 കൊടുക്കണം. അതിന് തൊട്ടനും പിടിച്ചതിനും കാശാണ്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ നിന്നാലും കാശ് പോകും കയ്യിൽ. അതാണ് എവിടെ പോയാലും ഇതിൻ്റെ അവസ്ഥ. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ വളരെ വെറൈറ്റി കെട്ടിടങ്ങളാണ്. കണ്ടില്ലേ, ഇത് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. അതൊക്കെ പലതും മ്യൂസിയങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഈ സൈക്കിൾ എടുത്ത് വന്നുകൊണ്ട് കണ്ടില്ലേ, എനിക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എനിക്ക്. ഇത് കൊള്ളാം അല്ലേ, ഇതും കൊള്ളാം, ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ബേസിക്കലി അധികം ടൂറിസ്റ്റുകൾ വരാത്ത മറ്റൊരു രാജ്യമാണ് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതെന്താ സംഭവം അറിയോ, ലൈബ്രറിയാണ്, ഓപ്പൺ ലൈബ്രറിയാണ്. സോ ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടെ നിന്ന് പുസ്തകം എടുക്കാം, വായിക്കാം. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, നമുക്ക് തുറന്നെടുത്തിട്ട് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കൊണ്ടുപോകാം. എനിക്ക് അങ്ങനത്തെ ഒരു ലൈബ്രറി പോലത്തെ സെറ്റപ്പാണ്. മേ ബി അല്ലെങ്കിൽ ചിലപ്പം ബുക്ക് ഡൊണേഷനോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കണം. സോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. എന്തായാലും സംഭവം കൊള്ളാം, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രാജ്യം. ഇങ്ങനെയുള്ള എന്തോരം കുഞ്ഞു രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നറിയാമോ? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ പലതും സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനിയുണ്ട് നമുക്ക് ബാക്കി, ചിലതൊക്കെ നമുക്ക് പോകാനുണ്ട്, അതൊക്കെ നമുക്ക് പെൻഡിങ്ങാണ്. ഇവിടെ മറ്റൊരു മ്യൂസിയമുണ്ട്. ഇവിടെ മ്യൂസിയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ലിക്റ്റൻസ്റ്റൈൻ ലാൻഡ്സ് മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിയം. പുള്ളിക്കാരി അവിടെ ഒന്ന് തുറന്ന് ബോർഡൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. പിന്നെ അപ്പുറത്ത് ദൂരെയായിട്ട് എനിക്കൊരു പള്ളിയൊക്കെ കാണാം, അങ്ങോട്ട് പോയി നോക്കട്ടെ. കുറേ പള്ളിയുണ്ട്. ഈ ബിൽഡിംഗ് കണ്ടോ, ഇതാ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. എൻ്റെ ദൈവം, ഇത് പൊളിച്ച് എന്താ അടിപൊളി ബിൽഡിംഗ് ആണെന്ന് നോക്കിയത്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ബിൽഡിംഗ് ആണ്. ഇതിവിടുത്തെ പാർലമെൻറ്റ് പോലെ എന്തോ ബിൽഡിംഗ് ആണ്. അത് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെ ഇവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ഇവിടുത്തെ കൗൺസിൽ ബിൽഡിംഗ് ആണ്, ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബിൽഡിംഗ്. അപ്പോൾ മിക്കവാറും പാർലമെൻറ്റ് ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ആ ഒരു മലയുടെ താഴ്വാരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം. അതിൻ്റെ മുമ്പിൽ ഇതുപോലെയുള്ള ഒരു മാർബിൾ സ്റ്റാച്ചു കാണാം. അതാണ് പള്ളി, അങ്ങോട്ടേക്ക് പോവാം. ഈ സൈക്കിളാണ് ഈ രാജ്യം എക്സ്പ്ലോർ ചെയ്യാനുള്ള ചീപ്പസ്റ്റ് വേ എന്ന് പറയുന്നത്. ഈ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇന്ന് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കിനും അധികം നടക്കേണ്ടി വന്നില്ല, ഫുള്ള് നമുക്ക് സൈക്കിളിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഉള്ളതല്ലേ, ബിൽഡിംഗ് ഒക്കെ അടിപൊളിയാണ്. പള്ളി ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇതെല്ലാം എനിക്ക് ഇത് ഗോത്തിക് സ്റ്റൈലെന്ന് പറയാൻ പറ്റൂല, ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. പക്ഷേ ഗോത്തിക് സ്റ്റൈലുമായിട്ട് കുറേ സിമിലാരിറ്റി ഉണ്ട്. കിട്ടിലൊരു പള്ളി, എല്ലാം കരിങ്കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു ഭംഗിയില്ല, അതാണ് പ്രശ്നം. ഉള്ളിലൊന്നും ഒരു ഭംഗിയില്ലാത്ത രീതി. അതായത് നമ്മൾ സാധാരണ ബ്രിട്ടീഷ് യൂറോപ്പ് സ്റ്റൈൽ ആ ഒരു ഗോത്തിക് സ്റ്റൈലിലൊന്നും കാണുന്നൊരു ഭംഗി എനിക്ക് ഉള്ളിൽ പോയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. സംഭവം എന്തായാലും കിടുവാണല്ലേ, ഫുൾ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയ. ഇത് കണ്ടാൽ ഭയങ്കര പഴക്കമുള്ളതെന്നൊക്കെ തോന്നും, പക്ഷേ അത്ര വലിയ പഴക്കമുള്ള പള്ളിയൊന്നുമല്ല. എന്തായാലും കൊള്ളാം സംഭവം, ഒരു കിടിലൻ ഒരു സെറ്റപ്പാണ്. ഇവിടെ ഏതാനും മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് താമസിക്കാം. ഇവിടെ അടുത്തും ഹോട്ടലുകളുണ്ട്, ഇതിനകത്ത് ഹോട്ടലുകളുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള ഞാൻ താമസിച്ച ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു. ഇന്നലെ രാത്രി സുഖമായിട്ട് കുറേ ദിവസത്തിന് ശേഷം സുഖമായിട്ട് ഉറങ്ങി. അലാം വെക്കാതെ ഇന്ന് രാവിലെ എണീറ്റു. അതായത് അലാം വെക്കാതെ, സാറേ എന്നും അലാം വെച്ചാൽ എണീക്കുന്നത്, ഇന്ന് അലാം വെക്കാതെ എണീറ്റു. അത്ര നേരം ഉറങ്ങി ഞാൻ, 8 മണി വരെ എന്തോ ഉറങ്ങി. നമുക്കിനി ഇപ്പോൾ തിരിച്ച് പോകാനായിട്ട് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റേഴ്സ്. സോറി, അവർ നോക്കുക ഞാൻ ആരോടെ സംസാരിക്കുന്നത്. ഞാൻ അവർ വിചാരിച്ച അവരോട് സംസാരിക്കുകയാണ്. 7 കിലോമീറ്ററാണ് നമുക്കിനി തിരിച്ച് പോകാനായിട്ട്. 7 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാനെന്ന് പറയുമ്പോഴത്തേക്കിനും അപ്രോക്സിമേറ്റ് എത്ര സമയം എടുക്കും? ഒരു 1/4 മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. ഇവിടെ നമുക്ക് ബസ്, സൈക്കിൾ ഈ 2 വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ട്രാക്കാണ് നമുക്കിവിടെ റോഡിൽ കാണുന്നത്. കണ്ടോ, ബസ്സും സൈക്കിളും മാത്രം. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു റിച്ച് കൺട്രി, ഒരു സ്ഥലത്തും കച്ചറയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം അല്ലേ. പിന്നെ നമ്മൾ സൈക്കിളും കൊണ്ട് വരുമ്പോൾ ആളുകളൊക്കെ, കാറുകാരൊക്കെ നിർത്തി തരുന്നതേ. പ്രത്യേകിച്ച് ഇപ്പം ഞാനിപ്പോൾ നേരെ പോകല്ലായിരുന്നു, എൻ്റെ പുറകിലൊരു കാറുകാരൻ വന്ന് സ്ലോ ഡൗൺ ചെയ്ത് കുറേ നേരമായിട്ട്. പുള്ളിക്ക് എൻ്റെ പുറകിൽ കൂടെ റൈറ്റ് സൈഡിലേക്ക് പോകണം. അങ്ങനെ ആളുകളൊക്കെ സമ്മതിക്കണം കേട്ടോ, അവരുടെ കൾച്ചർ അങ്ങനെ ആണല്ലോ. അങ്ങനെ ഫൈനലി നമ്മളെങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? സ്വിറ്റ്സർലാൻഡിലേക്ക് അല്ലേ. നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് തിരിച്ചു പോകണം. ഇവിടെ എല്ലാം ഇതുപോലെയുള്ള കുറേ കിടില സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വഴി എങ്ങനെയായിരുന്നു, വഴി നോക്കട്ടെ. വീണ്ടും സൈക്കിൾ ട്രാക്ക്. ഇത് ആളുകൾക്ക് നടക്കാനും ജോഗിങ്ങിനും സൈക്കിൾ ചവിട്ടുന്നതിനും വേണ്ടിയൊക്കെയുള്ള ട്രാക്കാണ്. ഒരു ചെറിയൊരു തോടുണ്ട്. ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടുത്തെ വീടുകളാണ്. വീടുകളൊക്കെ എത്ര മനോഹരമാണ്. അതിൻ്റെയൊക്കെ ബാക്ക് യാർഡ്സും പിന്നെ ലോണൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്ന വീടുകളും ചെറിയ അപ്പാർട്ട്മെൻറ്റുകളും കെട്ടിടങ്ങളും എല്ലായിടത്തും സ്നോ ഒക്കെ വീണ് കിടപ്പുണ്ട്.
എന്ത് ബ്യൂട്ടിയാണല്ലേ, എന്ത് ശാന്തമാണല്ലേ, എന്ത് സമാധാനമാണല്ലേ. പാർക്കൊക്കെ നോക്കി, ഇതൊക്കെ പാർക്കാണ് കണ്ടോ. വിൻ്റർ ആയതുകൊണ്ട് ഇച്ചിരി ഇങ്ങനെ ഭംഗിയില്ലാണ്ട് കിടക്കുകയാണ് ആ പാർക്ക് ഏരിയ. ആളുകളൊക്കെ തണുപ്പത്തും ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓടി നടക്കുന്നൊരു ചേച്ചി. അയ്യോ ഒന്നും പറയണ്ട, സെറ്റ് സ്ഥലം കേട്ടോ, കിട്ടില്ല സ്ഥലം. അയ്യോ എൻ്റെ അമ്മേ, ഇത് കണ്ടോ സ്ലിപ്പറി ആയിട്ട് മഞ്ഞൊക്കെ വീണ് നടക്കുന്നൊരു വുഡൻ പാലം. ഇത് പൊളിച്ചു കേട്ടോ. ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ഒരു രാജ്യം വേറെ ഇല്ല കേട്ടോ. അത്രയും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സൈക്കിൾ എവിടുത്തെ ഇറങ്ങിയത് ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു ഇല്ലേ. സൈക്കിൾ എടുത്ത് ഇറങ്ങിയത് കൊള്ളാം പരിപാടി. നല്ല വെയിലുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പുമാണ്. ആ തോട്ടിലൊന്നും ഒരു ശകലം വേസ്റ്റ് പോലും ഇല്ല, ഒന്നുമില്ല. ഒരു സീർട്യൂറ്റ് പോലും ഇല്ല ഇവിടെ പുറത്ത്, അത്ര ക്ലീൻ. ആ വീടൊക്കെ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ മലകൾ. വേണം നോക്കിയാലും സ്വിറ്റ്സർലാൻഡിലെ മലകൾ, അവിടെയൊക്കെ ഫുൾ സ്വിറ്റ്സർലാൻഡിൻ്റെ മലകളാണ് കണ്ടോ. പക്ഷെ എൻ്റെ ദൈവം എന്ത് രസമല്ലേ കാണാനായിട്ട് ആ മഞ്ഞ് മലകൾ. അവിടെ എവിടെ നോക്കിയാലും സ്വിറ്റ്സർലാൻഡിലെ മഞ്ഞ് മലകൾ കണ്ട് കൊണ്ടിരിക്കാവുന്ന ഒരു രാജ്യം, അതാണ് ലിക്റ്റൻസ്റ്റൈൻ. ഇതൊക്കെ മറ്റേ പെഡസ്ട്രിയൻ ആൻഡ് ബൈക്ക് പാലങ്ങളാണ്, തടിപ്പാലങ്ങൾ. ഇവിടെയൊക്കെ വീടുകളാണ്, ഫുള്ളി റെസിഡൻഷ്യൽ ഏരിയ, ശാന്തസുന്ദരം. പിന്നെ ഇവിടെ ക്വയറ്റ് സോണൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക്, കമ്പൽസറി ലഞ്ച് ബ്രേക്ക്, പിന്നെ നാപ്പ് ടൈമിങ്, അങ്ങനെയൊക്കെയുള്ള ജോബ് കൾച്ചറും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ മലയാളികളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാവുമല്ലോ, മലയാളി ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഇവരുടെ കൺട്രി സൈഡാണ്, ഇവരുടെ ഗ്രാമങ്ങളാണ്. ആകപ്പാടെ ഗ്രാമങ്ങൾ ഇച്ചിരി ഉള്ളൂ. സിറ്റിയിൽ നിന്നൊന്നും പറയാനായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ല, സിറ്റി ഇല്ലല്ലോ, ചെറിയൊരു സ്ഥലമല്ലേ ഉള്ളൂ. അവരുടെ ലോണൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം അവരവരുടെ തന്നെ പരിപാടികളാണ്. നോക്കി, ആഹാ ഓ മൈ ഗോഡ്, എന്ത് രസമല്ലേ. ഇതെനിക്ക് തോന്നുന്നു ഏതൊരു കർഷകൻ്റെ വീടാണെന്ന് തോന്നുന്നു. എന്ത് ബ്യൂട്ടിയാണല്ലേ. ഇന്ന് ദൂരെ മഞ്ഞ് മലകൾ, ഈ പാടങ്ങൾക്ക് നടുവിലൂടെ കിടക്കുന്ന റോഡ്. ആ റോഡ് വാഹന ഗതാഗതമില്ല, സൈക്കിളും കാൽനട യാത്രക്കാരും മാത്രം. എന്ത് രസമാണ്, എന്ത് ഭംഗിയാണ്. ഞാനിപ്പോൾ എവിടെയെന്നറിയാമോ? ഇത് ലിക്റ്റൻസ്റ്റൈൻ, ഇത് റൈൻ നദി, അതിൻ്റെ അപ്പുറത്ത് സ്വിറ്റ്സർലാൻഡ്. അതായത് ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഇത് സൈക്കിൾ ട്രാക്കാണ്. ഇത് സ്വിറ്റ്സർലാൻഡിലേക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള പാലമാണേ. നമ്മൾ നേരത്തെ വന്ന പാലം ഇതിൻ്റെ അപ്പുറത്താണ്. ഇവിടെ നമുക്ക് ലിക്റ്റൻസ്റ്റൈൻ്റെ ഫ്ലാഗ് കാണാം, ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗും കാണാം. ഇതെല്ലാം ബേസിക്കലി സൈക്കിൾ ട്രാക്കാണ് കണ്ടോ. വെൽക്കം ടു ദ ബൈക്ക് കൺട്രി കണ്ടോ, വെൽക്കം ടു ദ ബൈക്ക് കൺട്രി. ബൈക്ക് ട്രാക്കുകൾ, സൈക്കിൾ ട്രാക്കുകൾ, മൗണ്ടൻ ട്രാക്കുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങൾ, ബൈക്ക് ഹോട്ടൽസ്, അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ ദൈവമേ, ഇത് പൊളിയാട്ടോ. ഈ കുഞ്ഞു രാജ്യമാണെങ്കിലും കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ നമ്മൾ ഈ കാൽനടക്കാർക്ക് പോകാനുള്ള ഈ വഴിയിലൂടെ നമ്മൾ റൈൻ നദി ക്രോസ് ചെയ്ത് നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ അപ്പുറത്തൂടെ വന്നത് വേറെ വഴിയാണേ, നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത് വേറെ വഴി കൂടെയും. എന്ത് സെറ്റപ്പല്ലേ, അടിപൊളിയല്ലേ. അമ്പോ, എന്നെപ്പോലെ കുറേ വേറെ കൂടെ ഭ്രാന്തമാനുണ്ട് കേട്ടോ. സൈക്കിൾ എടുത്ത് വിൻ്ററിലൊക്കെ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. ഷേ ഇത് വേറെ ലെവൽ ബ്രോ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിരിക്കുകയാണ്. അതാ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് കാണാം ഇവിടെ. സ്വിറ്റ്സർലാൻഡിലും ഇതേപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് സർഗൻസ്, പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് ബൈ ലിക്റ്റൻസ്റ്റൈൻ, സീ യു ലേറ്റർ, പിന്നെ കാണാം. അടിപൊളി മോനെ, സംഭവം പൊളിച്ചു. അപ്പോൾ ഇത് സ്കേറ്റിങ്ങിന് വേണ്ടിയുള്ള റൂട്ടാണ് ഈ കാണുന്നത്. സ്കേറ്റേഴ്സിന്, അതായത് സ്കേറ്റേഴ്സിന് സ്കേറ്റ് ചെയ്യാം, പിന്നെ മറ്റേ പല പരിപാടികൾ, അതായത് എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്ക് അഡ്വഞ്ചർ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ സാഹചര്യം ഒരുക്കി തരുന്ന രാജ്യങ്ങളാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും. ഒരു കൈവിട്ട് പോയാൽ, തെറ്റിപ്പോയാൽ അപ്പുറത്തെ റൈൻ നദിയിൽ പോയി കിടക്കും ഞാൻ. അപ്പോൾ റൈൻ നദിയിൽ പോയി കിടന്നാൽ എന്നെ സ്വിസ് പട്ടാളം വന്നതല്ല, സ്വിസ് പോലീസ് വന്ന് നോക്കുമോ, പിന്നെ ലിക്റ്റൻസ്റ്റൈൻ പോലീസ് വന്ന് നോക്കുമോ? ആര് വന്ന് നോക്കും? ആരും നോക്കൂല, അവിടെ ആരും ഇല്ല, ഞാൻ തന്നെ എണീറ്റ് പോകേണ്ടി വരും. ഇപ്പുറത്ത് എക്സ്പ്രസ് ഹൈവേ കാണാം, നടുക്ക് സൈക്കിൾ ഹൈവേ, ഇവിടെ നദി റൈൻ നദി, അതിൻ്റെ അപ്പുറത്ത് ലിക്റ്റൻസ്റ്റൈൻ. അടിപൊളിയല്ലേ? അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തിരിച്ചു വന്നു. ഞാൻ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇവിടെ നമ്മുടെ ബസ്സിലെത്തി.
ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ സ്വിറ്റ്സർലാൻഡ് ഇനി വിടാൻ പോവാണ്. എനിക്കിനി ഫ്രാൻസ് വഴി സ്പെയിനിലേക്ക് പോകണം. അയ്യോ കയറുന്നില്ല, കയറി ഫ്രാൻസ് വഴി സ്പെയിനിൽ പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്യൂറിക്കെന്ന് ജനീവയെന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല. പ്ലാൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് ഹോട്ടലിൽ വെച്ചിട്ടാണ് വന്നത്. സോ അത് പോയി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഫർദർ മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി എങ്ങോട്ടാണ് എന്താണെന്നുള്ളത് സീ യു ഗൈസ് ടുമോറോ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, സൈക്കിൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ലെക്സ്റ്റൈൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.